എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കാം. सब लोग परमेश्वर की उपस्थिति में बैठ जाइए। നിങ്ങളുടെ സ്നേഹം നിറഞ്ഞ സ്വീകരണത്തിന് ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു. आपका प्यार भरा आमंत्रण के लिए मैं दिल की गहराई से धन्यवाद देता हूँ। ഇവിടെ വരുവാനും നിങ്ങളെ പരിചയപ്പെടുവാനും കർത്താവ് തന്ന വചനം പങ്കുവയ്ക്കുവാനും ലഭിച്ച അവസരത്തിനായി സ്തോത്രം. यहाँ पर आने के लिए आप लोगों के बीच में परमेश्वर ने दिया हुआ वचन की सेवकाई करने के लिए जो समय अनुग्रह मिला इसमें मैं परमेश्वर को धन्यवाद देता हूँ। ഈ കോവിഡ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു പ്രത്യേക അനുഭവം ഉണ്ടായി. इस कोविड शुरू होने से पहले मेरी जिंदगी में एक खास अनुभव हुआ। ശരീരത്തിലൊരു അല്പം അസ്വസ്ഥതകളുണ്ടായി. शरीर में कुछ कमजोरियां बीमारियां होने लगी। എറണാകുളത്തുള്ള പല പല ആശുപത്രികളിൽ പരിശോധനകൾ നടത്തി. एर्नाकुलम में कई अस्पतालों में जाकर मैंने अपने इलाज को करवाया। കാര്യമായ ഒന്നും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. परंतु गहराई में जाकर वो क्या है करके कोई लोग भी ढूंढ नहीं पाए। എന്നാൽ എനിക്ക് വേണ്ടത്ര സൗഖ്യമില്ലായിരുന്നു. परंतु मेरे शरीर में पूरी तौर से एक चंगाई नहीं था। അങ്ങനെ 6 മാസത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ചു. करीबन 6 महीने में उस प्रकार एक परेशानी में से गुजरा। ദൈവം ഞങ്ങൾക്ക് തന്ന സഹപ്രവർത്തകർ ഷിഫ്റ്റായിട്ട് ഒരാൾ ഡേയും ഒരാൾ നൈറ്റുമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. और परमेश्वर ने हमारे साथ सेवकाई में दिए हुए परमेश्वर के दास लोग शिफ्ट बनाकर कोई व्यक्ति लोग सुबह कुछ लोग शाम को आकर हर रोज मेरे घर पर आकर प्रार्थना करते थे। ഫെലോഷിപ്പിൻ്റെയും പ്രാർത്ഥനയുടെയും സ്നേഹത്തിൻ്റെയും ശക്തി ശരിക്കും അറിഞ്ഞത് ആ സമയത്താണ്. संगति, प्रार्थना और प्रेम का जो सामर्थ्य है उन दिनों में मैंने ग्रहण किया। ഒത്തിരി പേര് നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ച് പേരെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുള്ളൂ. बहुत सारे लोग हो सकता है हमें आदर करते होंगे परंतु बहुत कम लोग होंगे जो हम लोग के लिए प्रार्थना करते हैं। അതിനേക്കാൾ കുറച്ച് ആളുകൾ മാത്രമേ നമ്മളെ സ്നേഹിക്കുന്നുള്ളൂ. और उससे भी कम लोग होंगे जो हमसे प्रेम करते हैं। റെസ്പെക്ട് ചെയ്യുന്നവരെല്ലാവരും പ്രാർത്ഥിക്കുന്നില്ല. അതിനേക്കാൾ കുറച്ച് ആളുകൾ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. और जो कोई आपको आदर करता है वो सब लोग आपके लिए प्रार्थना नहीं करते, उससे भी कम लोग आपको याद करते हैं। അതാരുടെ കുറ്റമല്ല, മനുഷ്യനത്രേ കഴിയത്തുള്ളൂ. वो किसी की गलती नहीं है परंतु मनुष्य से उतना ही होता है। ആ ദിവസങ്ങളിലൊന്നിൽ ബാംഗ്ലൂരിലുള്ള പാസ്റ്റർ എൻ.സി. ഫിലിപ്പിനെ ഞാൻ ഫോൺ ചെയ്തു. उन दिनों के दौरान बैंगलोर में परमेश्वर के दास पास्टर एम.सी. फिलिप दास को मैंने फोन किया। പാസ്റ്റർ, നിങ്ങളുടെ അവിടെ ഞാനൊരു ഡേറ്റ് തന്നിട്ടുണ്ട്, ഒരു 3 ദിവസത്തെ കോൺഫറൻസിന് കൺവെൻഷൻ, പക്ഷേ എനിക്ക് വരാൻ കഴിയില്ല. मैंने पासवान से कहा, पासवान जी मैंने आपके वहाँ पे कॉन्फ्रेंस कन्वेंशन की महासभा योजना के लिए 3 दिन का डेट दिया है परंतु मैं नहीं आ पाऊंगा। അദ്ദേഹം ചോദിച്ചു, എന്ത് പറ്റി? उन्होंने पूछा क्या हुआ? ഞാൻ പറഞ്ഞു, അല്പം ക്ഷീണമുണ്ട്. मैंने कहा कि हल्का सा थकावट है। ഓൾറെഡി ട്രെയിൻ ടിക്കറ്റ് എല്ലാം എടുത്തിരിക്കുകയാണ്. पहले से उन्होंने रेलगाड़ी का टिकट सब ले रखा है। പെട്ടെന്ന് അദ്ദേഹം ഫോൺ കട്ടി. और जल्दी से पासवान ने फोन कट कर दिया। നമ്മൾ പഴയ പോലെ ഇങ്ങനെ പ്രാർത്ഥിച്ച് പോകുന്നു. और हम लोग पुराने समय के अनुसार प्रार्थना करते हुए हम आगे बढ़ रहे हैं। 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു, ഫിലിപ്പച്ചായൻ നമ്മുടെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട് അല്ലേ, പുള്ളിക്കാരൻ എന്താ പിന്നെ ഒന്ന് തിരിച്ചു വിളിക്കാതെ? कुछ दिनों के बाद परमेश्वर के दासी ने पूछा कि पासवान साहब तो फिलिप पास्टर तो बहुत हमसे करीबी दोस्ती रखने वाले हैं पर उन्हें वापस हमने फोन क्यों नहीं किया? ഞാൻ പറഞ്ഞൊരു മീറ്റിംഗ് നടത്തുന്നവർക്ക് അതിൻ്റെ ടെൻഷൻ അറിയത്തുള്ളൂ, അവർക്ക് ഒരാളെ കണ്ടുപിടിക്കണ്ടേ, അതിൻ്റെ ടെൻഷൻ ആയിരിക്കുള്ളൂ. तो मैंने कहा कि अगर एक मीटिंग का आयोजन आप करोगे तो उसके पीछे कितना चिंता और व्याकुल है वो आप लोग नहीं समझेंगे। जो लोग चलाते हैं केवल वो लोग समझेंगे क्योंकि नए एक प्रचारक उन्हें ढूंढना भी है।
എന്നാൽ അദ്ദേഹം ഒരു വലിയ പ്രാർത്ഥനാ മനുഷ്യനാണ് എന്നെനിക്ക് നന്നായിട്ട് അറിയാം. परंतु मैं एक बात अच्छी तरह जानता हूँ कि वो एक बहुत ही प्रार्थना करने वाले एक व्यक्ति है. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് പ്രാർത്ഥന. പക്ഷേ എന്നെക്കാളൊക്കെ സമയമെടുത്ത് സിൻസിയറായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് അദ്ദേഹം എന്ന് എനിക്കറിയാം. मैं बहुत प्रार्थना करने वालों को पसंद करता हूँ और मुझसे भी अधिक समय वो बैठकर प्रार्थना करते हैं, वो मैं अच्छी तरह जानता हूँ. പ്രസംഗികരെ കൊണ്ട് നമുക്ക് വലിയ സഹായം കിട്ടത്തില്ല, പ്രാർത്ഥിക്കുന്നവരെ കൊണ്ട് നമുക്ക് ഒത്തിരി ഹെൽപ്പ് കിട്ടും. प्रचारक लोगों से हमें बहुत ज्यादा मदद नहीं मिलेगा, परंतु प्रार्थना करने वालों से हमें बहुत मदद मिलेगा. അത് ഈ കോവിഡ് കാലത്താണ് ശരിക്കും തെളിഞ്ഞത്. वो सचमुच कोविड के समयों के दौरान वो प्रकट हुआ. പ്രസംഗികരെ ആരും ഫോൺ വിളിച്ചില്ല, प्रचारक को कोई भी फोन नहीं किया, പക്ഷെ പ്രാർത്ഥിക്കുന്നവരുടെ ഫോൺ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരുന്നു. परंतु प्रार्थना करने वाले एक झुंड लोगों के फोन बजते रहे. എറണാകുളത്ത് നിന്ന് ഒരു ഡോക്ടറുടെ വൈഫ് വിളിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പാസ്റ്റർ പ്ലീസ് പ്രേ ഫോർ മൈ ഹസ്ബൻഡ്. एर्नाकुलम में एक डॉक्टर की पत्नी ने इस प्रकार फोन कर रोते हुए कहा, परमेश्वर के दास कृपया मेरे पति के लिए प्रार्थना करना. Prayer is power. प्रार्थना में सामर्थ्य है. 3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫ് ഫിലിപ്പച്ചാൻ്റെ വൈഫിനെ വിളിച്ചു. 3 दिन के बाद परमेश्वर की दासी ने फिलिपास की बीवी से फोन में बात किया. അവിടുത്തെ മീറ്റിംഗിൽ ആരെങ്കിലും ലഭിച്ചോ എന്ന് ചോദിച്ചു. वहाँ के मीटिंग में प्रचार करने के लिए आपको कोई नया प्रचारक मिला कि नहीं पूछने के लिए. പുള്ളിക്കാരത്തി പറഞ്ഞു, പാസ്റ്റർ ഫോൺ വിളിച്ച അന്ന് ഈ മനുഷ്യൻ മുകളിലത്തെ റൂമിലേക്ക് കയറിപ്പോയി, ഫാസ്റ്റിംഗ് ആണ്, പാസ്റ്റർ ഇവിടെ വരുന്ന വരെ ഉപവാസം. तो उन्होंने कहा कि जिस दिन पासवान साहब ने वो पासवान को फोन किया था, उस दिन वो ऊपर वाले कमरे में चले गए, कमरा बंद कर दिया है, उपवास और प्रार्थना में है. जब तक पासवान चंगाई पाकर यहाँ पे नहीं आएंगे तब तक वो उपवास और प्रार्थना में रहेंगे. അദ്ദേഹം അങ്ങനെ ഉപവസിച്ചാൽ രണ്ടിലൊന്നും സംഭവിക്കും. अगर वो इस प्रकार उपवास प्रार्थना में आगे बढ़ेंगे तो 2 में कोई एक बात होगा. പക്ഷേ എനിക്കൊരു ചേഞ്ചും ഇല്ല, परंतु मेरे शरीर में कोई बदलाव नहीं है എനിക്ക് പോകാനുള്ള ധൈര്യമില്ല. और मेरे अंदर वो हिम्मत भी नहीं है जाने के लिए. മീറ്റിംഗിന്റെ തലേ ദിവസം और मीटिंग के 1 दिन पहले ബാംഗ്ലൂരിൽ നിന്നൊരു പാസ്റ്റർ എൻ്റെ വീട്ടിലേക്ക് വന്നു. बैंगलोर से एक परमेश्वर के दास मेरे घर पर आए എനിക്കും ഭാര്യയ്ക്കും കൂടെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു. और मेरे परमेश्वर के दास के लिए और उनकी पत्नी के लिए फ्लाइट में यात्रा करने के लिए टिकट दिया. അദ്ദേഹം പറഞ്ഞു, ഞാൻ എടുത്തോട്ടാണെങ്കിൽ പോകുന്നു. तो उन्होंने कहा कि अगर उठा के लेके जाना है तो भी मैं ले जाऊंगा. പ്രസംഗിക്കണ്ട, അവിടെ വന്നിരുന്നാൽ മതി. आप प्रचार मत करना, आप वहां पे आके बैठे रहना. എനിക്ക് മനസ്സിലായി സ്നേഹിക്കുന്നവരുണ്ട്. तब मैं समझ गया प्रेम करने वाले भी है. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. और इस प्रकार हम वहां पे पहुंचे. ആദ്യ രാത്രി 15 മിനിറ്റ് പ്രസംഗിച്ചു. പിന്നെ എന്നെ ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ടുപോയ ആള് പ്രസംഗിച്ചു. और पहले रात 15 मिनट मैंने प्रचार किया. उसके बाद जो मुझे केरल से लेने के लिए आए थे वो परमेश्वर के दास ने उसके बाद में प्रचार किया. പക്ഷേ അന്ന് രാത്രി എനിക്കൊരു ഹീലിംഗ് ഉണ്ടായി. परंतु उस रात मेरे अंदर एक चमत्कार, एक छुटकारा हुआ. പിറ്റേ രാത്രി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന് ഞാൻ മുഴുവൻ സമയം പ്രസംഗിച്ചോളാം. और दूसरे रात मैंने वो परमेश्वर के दास से कहा कि आज का पूरा समय मैं ले लूंगा. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത മീറ്റിംഗ് ആയിരുന്നു ആ സാറ്റർഡേ നൈറ്റ്. मेरे जिंदगी में सबसे खुशी और आनंद मिला हुआ रात था उस शनिवार का रात. സൺഡേ പകല് അവരുടെ ഒരു ചർച്ചിൽ സഭായോഗത്തിന് വേണ്ടി ഇരിക്കുകയാണ്. और रविवार के दिन में उनके कलीसिया में आराधना के लिए सब लोग शामिल हुए थे. ആരാധന മധ്യത്തിൽ ഒരു സഹോദരി പെട്ടെന്ന് അൺകോൺഷ്യസ് ആയി കസേരയിൽ താഴെ വീണു. आराधना के दौरान एक बहन जल्दी से बेहोश हो गई, वो कुर्सी में से नीचे गिर गई. അവരെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. उनको लेके अस्पताल गए എന്തോ ഒരു വ്യത്യസ്തമായ ദിവസം. और कुछ अलग घटनाएं घट रही थी. ഞാനിങ്ങനെ അപ്സെറ്റ് ആയിട്ടിരിക്കുകയാണ്. मैं बहुत ही निराश होकर बैठा था. ഞാൻ മറ്റൊരു ദേവദാസനെ വന്ന് പ്രസംഗിക്കണം. और उस दिन 2 प्रचारक प्रचार करने वाले थे. ഞാനിങ്ങനെ ബൈബിൾ തുറന്നു. मैंने इस प्रकार परमेश्वर के वचन को खोला. എൻ്റെ മനസ്സിലേക്ക് ഈ വാക്യം വന്നു, मेरे मन के अंदर एक वचन आया, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, तुमने मुझे नहीं चुना, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. मैंने तुमको चुना है. അത്ര മാത്രം ഞാൻ വായിച്ചു. केवल मैंने उतना पढ़ा.
പെട്ടെന്ന് എൻ്റെ റൈറ്റിംഗ് പാഡ് എടുത്തു. तुरंत मेरे लिखने वाले पैड को मैंने लिया, ഞാൻ ഇങ്ങനെ എഴുതി, मैंने लिखना शुरू किया। എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. वो गीत इस प्रकार है कि तूने मुझे नहीं चुना, तूने, परमेश्वर कहता है कि मैंने तुझे चुना है करके, और बोलने के लिए कोई भी योग्यता हमारे पास नहीं है क्योंकि उसने हमें चुना है। അതൊരു പാട്ടാകും എന്നോർത്ത് എഴുതിയതല്ല. मैंने कभी ऐसा नहीं सोचा था कि वो एक गीत बन जाएगा। നേരത്തെ ടെൻഷൻ മാറാൻ വേണ്ടി എഴുതിയതാണ്. और उस समय का जो टेंशन था वो हटने के लिए मैंने उसको लिखा था। അന്ന് സഭായോഗത്തിൽ ആ ഭാഗം പ്രസംഗിച്ചു. उस दिन आराधना में मैंने उस भाग को लेकर प्रचार किया। വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഒരു ലൈൻ കൂടി എഴുതി, और घर पहुंचने के बाद उसके नीचे मैंने एक और लाइन को പിന്നെ लिखा, ഒരു ലൈൻ കൂടി എഴുതി, उसके बाद एक और लाइन को लिखा, പിന്നെ ഒന്നും കൂടി എഴുതി. फिर एक और लिखा, ഞങ്ങൾ വീട്ടിൽ പാട്ട് പാടി, और हमने घर पर बैठकर इसको गाया, ചർച്ചിൽ പാടി, और फिर कलीसिया में गाया, അത് സഹോദരന്മാര് റെക്കോർഡ് ചെയ്തു. और उसमें भाई लोगों ने उसको रिकॉर्ड किया। അത് ഒരാൾക്ക് പോയി രണ്ടാൾക്ക് പോയി ഇങ്ങനെ ഫോർവേഡ് ചെയ്ത് वो फिर एक बंदे ने दूसरे व्यक्ति को, दूसरे ने तीसरे को, इस प्रकार बेचते ഒത്തിരി ആളുകൾ എന്നോട് ചോദിച്ചു, ഞങ്ങൾ അതൊന്ന് പ്രൊഫഷണൽ ആയിട്ട് റെക്കോർഡ് ചെയ്തോട്ടെ. तो कुछ लोगों ने मुझसे आके पूछा कि प्रोफेशनल तरीके में क्या हम उसको रिकॉर्डिंग कर ले क्या। അങ്ങനെ 4-5 പേര് അത് റെക്കോർഡ് ചെയ്തു. അത് യൂട്യൂബിൽ കിടപ്പുണ്ട്. और इस प्रकार 4-5 लोगों ने उसको लाइव रिकॉर्डिंग किया और वो YouTube में आपको मिलेगा। അത് കഴിഞ്ഞപ്പോൾ ഒരു സഹോദരി എന്നെ വിളിച്ചു, അത് ഹിന്ദിയിലാക്കട്ടെ എന്ന് ചോദിച്ചു. उसके बाद एक बहन ने फोन करके पूछा कि पासवान साहब मैं इसको हिंदी में कर दूं क्या। ഹിന്ദിയിലാക്കി പാടിയിട്ടുണ്ട്. ഞാനത് ഇന്നലെ ബെന്നി സാറിന്റെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അതിവിടെ പാടുന്നവരെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. वो गाने को हिंदी में किया है, मैंने यहाँ के परमेश्वर के दास मैंने पास्टर को सौंपा है। पास्टर ने यहाँ पे गायक लोगों को संग में दिया है, आने वाले समय में यहाँ पे गाएंगे। ഒരു മിനിറ്റ്, എൻ്റെ വൈഫ് എന്നെ ഒന്ന് സഹായിക്കുമോ പാട്ട് പാടാൻ? ഞങ്ങളൊന്ന് മലയാളത്തിൽ പാടിക്കഴിഞ്ഞ് ഹിന്ദി പാടാൻ ഇവിടെ കഴിയുന്നവരുണ്ടെങ്കിൽ ഒരു പാടും, അതിനുശേഷം ഞാൻ വചനം പറയാം. പ്ലീസ് പ്ലീസ് കം ഓൺ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും
പിന്നീട് നിങ്ങളെ പഠിപ്പിക്കും അവസരം പോലെ. हिंदी का गीत यहाँ पे है, बाद में आप लोगों को समय मिलते हुए हम सिखाएंगे। ആ വാക്യം കർത്താവിനോട് ഇങ്ങനെ സംസാരിച്ചു. वो कलम में से परमेश्वर ने इस तरह बात किया, നിനക്ക് കംപ്ലൈന്റ് പറയാൻ എന്താ യോഗ്യതയുള്ളത്? आपको शिकायत करने के लिए क्या योग्यता है? ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ എന്റേതല്ലേ? जो कुछ मैंने दिया है सब कुछ मेरा है। നിന്റെ ജീവൻ എന്റേതാണ്, तेरा प्राण जो है वो मेरा है, നിന്റെ ജീവിതം എന്റേതാണ്, तेरा जिंदगी वो मेरा നിന്റെ है, ആരോഗ്യം എന്റേതാണ്, तेरा ताकत वो നിന്റെ मेरा है, ശബ്ദം എന്റേതാണ്, तेरा आवाज वो मेरा है, നിനക്ക് വചനം തന്നത് ഞാനാണ്. तेरे को जो वचन दिया वो मैंने दिया है। ടോട്ടൽ എടുത്താൽ നിനക്ക് എന്ത് നഷ്ടമല്ല. अगर सब कुछ देखने जाए तो आपकी जिंदगी में क्या नुकसान है? അതുകൊണ്ട് കംപ്ലൈന്റ് പറയണ്ട. इसलिए शिकायत मत करना। അതെ, അതെന്നെ അന്നല്ല എന്നും ഇങ്ങനെ സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. और वो बात केवल उस दिन नहीं, हर रोज वो बातें मुझसे छूती रहती है। Praise the Lord. അത് തന്നെയാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. वही मैं आप लोगों से बात भी कर रहा हूँ। ഇന്നലെ നമ്മൾ നിർത്തിയത് Do you love me more than this? कल हमने खत्म किया था, क्या तू इन सब से अधिक मुझसे प्रेम करता है या नहीं? യോഹന്നാന്റെ സുവിശേഷം 21:15. യോഹന്നാൻ रचित सुसमाचार 21 अध्याय उसके 15 कलम। അവിടെ നമ്മൾ കർത്താവ് നമ്മോട് ഇങ്ങനെ പറഞ്ഞു, മോർ ദാൻ ദീസ്, അതാണ് പ്രധാനം. यहाँ पे जो बहुमूल्य शब्द है, इन सब से अधिक। സ്നേഹം എന്ന വാക്ക് വളരെ മിസ്യൂസ്ഡ് ആണ്. प्रेम जो शब्द है उसको लोग बहुत अलग अलग तरीके से गलत इस्तेमाल करते हैं। ഇന്നലെ ഞാൻ പറഞ്ഞു ആപ്പിൾ എനിക്ക് ഇഷ്ടമാണ്. मैंने कल कहा कि सेब मुझे पसंद है। ഇതുപോലെ തന്നെയാണ് ഒരു പെൺകുട്ടിയെ നോക്കിയിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയുന്നത്. इसी प्रकार हम एक लड़कियों को सामने देखकर कहते हैं कि मुझे आपको पसंद है। ആപ്പിൾ ഇഷ്ടമാണ്, हमें एप्पल पसंद है। കടിച്ചു നോക്കിയിട്ട് പുളിയാണെങ്കിൽ വലിച്ചെറിയും. अगर काटा और उसके बाद उसमें से खटास निकला तो हम उसको फेंक देंगे। അപ്പൊ അത് ഇഷ്ടം എന്ന് പറയുന്നത് സ്നേഹമല്ല. तो हमें पसंद है जो बोलते हैं वो प्रेम नहीं है। ഇഷ്ടമാണ്, हमें पसंद है, ഇഷ്ടമുള്ളതിനെ നമ്മൾ യൂസ് ചെയ്യും. हमें जो पसंद है उसका हम इस्तेमाल करते हैं। സ്നേഹമുള്ളതിനെ നമ്മൾ ഹൃദയത്തിൽ വഹിക്കും. और जिस वस्तु से हमें प्रेम है वो हम अपने दिल के अंदर उसको ले चलते हैं। നമ്മുടെ മക്കളെ നമ്മൾ സഹിക്കില്ലേ? हम हमारे बच्चों को सहन कर रहे हैं। അവരുടെ സ്വഭാവം അത്ര നല്ലതൊന്നും അല്ല. हो सकता है कि कभी-कभी उनका स्वभाव जो है उतना अच्छा नहीं होता। നമ്മുടെ മക്കളുടെ സ്വഭാവം നന്നായി വരുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ അവരെ സഫർ ചെയ്യണം. और आने वाले समय में हमारे बच्चों का स्वभाव अच्छा होगा करके सोचते हुए हम उनको झेल रहे हैं। എന്താ കാര്യം? उसका कारण क्या है? നമ്മൾ അവരെ സ്നേഹിക്കുക. क्योंकि हम उनसे प्रेम करते हैं സ്നേഹിക്കുന്നവരെ നമ്മൾ സഹിക്കും. और जिनसे हम प्रेम करते हैं उनको हम सह लेते हैं। സ്നേഹിക്കുന്നവരെ നമ്മൾ ചുമക്കും. और जिनको हम प्रेम करते हैं हम उनको उठा लेते हैं। കർത്താവ് ചോദിക്കുന്നു, നീ എന്നെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ? परमेश्वर पूछता है, तू सचमुच मुझसे प्रेम करता है या नहीं? Praise the Lord. 3 പ്രാവശ്യം പത്രോസ് അതിന് ആൻസർ പറയേണ്ടി വന്നു. उसका जवाब, सवाल का जवाब पत्रोस को 3 बार देना पड़ा। ഓരോ മിഷണറിയും ഓരോ ലെവലിലും ഇതിന് മറുപടി പറയും. एक एक सेवक लोग हर एक कदमों में इसका जवाब आपको देना होगा। ഒരിക്കൽ പറഞ്ഞാൽ പറയും, केवल एक बार देने से काफी नहीं है। ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോൾ പറയണം, കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. आपका एक एक स्टेप, एक एक कदम रखने के बाद आपको कहना होगा, परमेश्वर मैं आपसे प्रेम करता हूँ। ഇവിടെ എൻ്റെ ചില മലയാളി സുഹൃത്തുക്കൾ ഇന്നലെ ഇവിടെ കാണണമെന്ന് ഒരാള്, അവരുടെ ഭാഷയുടെ പ്രശ്നം, ഒരാളങ്ങ് ചാടിക്കേറി പറയാൻ ഞാൻ പാസ്റ്ററുടെ ഒരു ആരാധകരാണ്. तो यहाँ पे बहुत सारे मेरे मलयाली दोस्त हैं, उनमें से एक जो कम मलयालम जानते हैं उन्हें जल्दी से खुशी उन्हें कहा कि मैं एक आपका आराधक हूँ, मैं आपको आराधना करता हूँ। ഞാൻ പറഞ്ഞ ആ വാക്ക് ശരിയല്ല. तो मैंने तुरंत कहा कि आपने जो शब्द इस्तेमाल किया है वो सही नहीं है। ഞാൻ എൻ്റെ ഭാഗത്ത് മറ്റൊരു വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞത്. मैंने कहा कि मैं अपने महिमा और किसी को नहीं छोड़ूंगा। നമുക്ക് ആരാധകരുണ്ടാവും. हो सकता है हम किसी के आराधक होंगे। മോഹൻലാലിനെയും ഷാരൂഖ് ഖാനെയും ഒക്കെ ആരാധിക്കുന്ന രാജ്യമാണിത്.
और ये ऐसा राज्य भारतवर्ष है जहाँ पे मोहनलाल, शाहरुख खान ऐसे बड़े लोगों को लोग आराधना करते हैं। നമുക്ക് ബഹുമാനം കിട്ടും. हमें आदर मिलता है നമ്മളെ ആളുകൾ വല്ലാതെ ബഹുമാനിക്കും. और लोग हमें बहुत अधिक के ज्यादा आदर करेंगे। അപ്പോൾ കർത്താവ് പിന്നെയും അടുത്ത് വന്ന് ചോദിക്കും, നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നു? उस समय प्रभु यीशु मसीह हमारे पास आएगा और पूछेगा, क्या तू इन सब से अधिक के ज्यादा मुझसे प्रेम करता है या नहीं? കർത്താവിന് നമ്മുടെ സ്നേഹം വളരെ ഇഷ്ടമാണ്, വളരെ ആവശ്യമാണ്. हमारे प्रभु परमेश्वर को हमारा प्रेम बहुत ही पसंद है और जरूरत है। നിങ്ങൾ വേദപുസ്തകം പഠിച്ചിട്ടുള്ളവരായിരിക്കുമല്ലോ. आपने शायद परमेश्वर का वचन पढ़ा होगा। മനുഷ്യനെ എന്തിനാ സൃഷ്ടിച്ചത്? मनुष्य को परमेश्वर ने क्यों बनाया? നിങ്ങൾ തന്നെ ഒരു ഉത്തരം കണ്ടെത്തണം. उसका जवाब आप लोगों को खुद ही ढूंढना होगा। ഏതെങ്കിലും ഒരു പുസ്തകമോ ഒരു വാക്യം നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല. एक पुस्तक या एक कलम को आप देखोगे तो नहीं समझ पाओगे। ബൈബിൾ മുഴുവനും കൂടെ നോക്കണം. आपको पूरा परमेश्वर का वचन में से जाना होगा। ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സൂര്യൻ ഉണ്ടായി. और परमेश्वर ने कहा कि सूरज की रचना हो तो रच गया। എത്ര കോടി പവറാണ് സൂര്യൻ ഓരോ ദിവസവും തരുന്നത്. कितने करोड़ों जो सामत उसमें ताकत किरणें उसमें से निकलती है। ഈ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായി എത്ര ലക്ഷം ഡോളറിന്റെ വെജിറ്റബിൾ ആണ് ഓരോ ദിവസവും നമ്മൾ കഴിക്കുന്നത്. और कितने लाखों के सब्जियां जो हम देखते हैं वो सारे परमेश्वर के एक आज्ञा से उत्पन्न हुआ है। ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ കോടി മത്സ്യങ്ങൾ ഉണ്ടായി. जब हो जाए ऐसे जब कहा परमेश्वर ने तो हजारों करोड़ों की संख्या में मछलियां हो गई। ഇതൊന്നും അത്ര പ്ലാൻഡ് ക്രിയേഷൻ അല്ല, അത് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ. और इन सब के पीछे बहुत परमेश्वर ने सोच विचार नहीं किया, केवल आज्ञा दिया कि वो वैसा बन जाए। മനുഷ്യൻ എങ്ങനെയാണ്? परंतु मनुष्य वैसा नहीं है। ട്രിനിറ്റി പ്ലാൻ ചെയ്തു. उसको तृत्व ने उसको प्लान किया है। നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കണം. हम हमारे स्वरूप के अनुसार, हमारे रूप के अनुसार हम मनुष्य को बनाएंगे। എന്തിനാ? സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, നീ അവനെ ദൈവത്തേക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു. और वचन संहिता में इस प्रकार लिखा है कि परमेश्वर से तूने थोड़ा नीचे उसको रखा और उसको महिमा उसको पहनाया। ദൈവത്തോട് വളരെ അടുപ്പമുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. परमेश्वर के एकदम निकट रहने वाली एक जीव जंतु में आता है मनुष्य। കുരങ്ങിനോട് അടുപ്പമുള്ള ജീവിയല്ല. हम जो है बंदरों से समीप नहीं है। ചില സ്വഭാവമൊക്കെ അതുപോലെ തോന്നും. हमें उसका स्वभाव देखने से कभी ऐसा लगता है। മനുഷ്യനെ ഏറ്റവും അടുപ്പം ദൈവത്തോട്. परंतु मनुष्य सबसे अधिक निकट जो है वो परमेश्वर से है। നമ്മൾ അവനെ പോലെ ആകും. हम उसके समान बनेंगे യേശു വരുമ്പോൾ. जब यीशु मसीह आएगा। നാം അവനെ പോലെ, നാം അവനോട് സദൃശന്മാരാകും. हम उसके समान, उसके सादृश्य में हम बन जाएंगे। എന്തിനാ മനുഷ്യനെ സൃഷ്ടിച്ചത്? परमेश्वर ने मनुष्य को क्यों बनाया? ഫെലോഷിപ്പ്. संगति के लिए। എന്താ കാര്യം? उसका कारण क्या है? സ്നേഹത്തിന് അടങ്ങിയിരിക്കാൻ പറ്റില്ല. क्योंकि जो प्रेम है वो शांति से नहीं बैठ सकता। സ്നേഹം ചലിച്ചുകൊണ്ടിരിക്കും. और प्रेम जो है हर समय चलता रहता है। സ്നേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. और प्रेम जो है कार्य करता रहता है। റോസാ പുഷ്പത്തിന് സ്മെല്ല് ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കാൻ പറ്റുള്ളൂ. और रोज का जो फूल है वो हर समय उसका सुगंध को देता रहता है। അത് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റില്ല. उसको आप बंद करके नहीं रख सकते। സ്നേഹത്തിനെ ഓഫ് ചെയ്യാൻ പറ്റില്ല. और जो प्रेम है उसको बंद करके नहीं रख सकते। അങ്ങനെ ഒരു സ്വിച്ച് ഇല്ല അതിന്. उसको ऐसा एक स्विच नहीं है उसके पास। ദൈവ സ്നേഹം തന്നെ. परमेश्वर का प्रेम ही है। ദൈവത്തിന് കടുവയെ, കരടിയെ, കാട്ടാനെ, പുലിയെ ഒന്നും സ്നേഹിക്കാൻ പറ്റുന്നില്ല. परमेश्वर जो है जानवरों को, जीव जंतुओं को प्रेम नहीं करता। പിതാവ് പുത്രനെ സ്നേഹിച്ചു. पिता ने पुत्र को प्रेम किया। മടിയിലിരുന്ന മോഹന പുത്രൻ എന്നാണ് ബൈബിൾ പറയുന്നത്.
परमेश्वर का वचन कहता है उसकी गोदी में बैठा हुआ अपना एकलौता पुत्र। അവിടെയാണ് ട്രിനിറ്റി എന്ന ഉപദേശത്തിന്റെ ശക്തി നമ്മൾ മനസ്സിലാക്കുന്നത്. वहां पे तृत्व करके जो परमेश्वर का वचन है उसके सामर्थ्य को हम पहचान सकते हैं. If God is love, God is Trinity. अगर परमेश्वर प्रेम है तो वो तृत्व है. ദൈവം സ്നേഹമാണെങ്കിൽ ദൈവത്തിൽ ഒന്നിലധികം ആളത്വമുണ്ട്. अगर परमेश्वर प्रेम है तो परमेश्वर के अंदर एक से अधिक इंसानियत बता सकते हैं. ആ പുത്രനെ ദൈവത്തിലെ ഏറ്റവും സ്നേഹമുള്ള പുത്രനെ എനിക്ക് വേണ്ടി ഇങ്ങോട്ട് അയച്ചു. उस पुत्र को जिससे पिता सबसे ज्यादा प्रेम करता है उस पुत्र को पिता ने मेरे लिए यहाँ पे भेजा. क्यों भेजा है उसने? എന്നെ മകനാക്കാൻ, मुझे अपना बेटा बनाने के लिए. ഒരു നല്ല ഹല്ലേലൂയ പറയാം. एक अच्छा हालेलुया बोल सकते हैं. ദൈവത്തിന് ഒരു മോനെ ഉണ്ടായിരുന്നുള്ളൂ. परमेश्वर का एक ही बेटा था, ഏകജാതനായ പുത്രൻ, एकलौता पुत्र. പക്ഷെ ബൈബിളിന്റെ ഒരു അത്ഭുതകരമായ വാക്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. परमेश्वर के वचन का एक अद्भुत कार्य कलम में आपसे कहता हूँ. സ്വർഗീയ വെളിപ്പാടുകളുടെ കലവറ തുറന്ന് കണ്ടപ്പോൾ പറയുകയാണ്, और स्वर्ग के महिमा को उसके गुप्त बातों को देखा और पौलुस कहता है ഏകജാതൻ ആദ്യജാതനായി മാറുന്നു. और एकलौता जो है वो पहलौटा बन जाता है. അതെപ്പോഴാ? वो कैसे हुआ? ദൈവത്തിന് വേറെ മക്കളുണ്ടാവുമോ? जब परमेश्वर को दूसरे बच्चे हो जाते हैं तब. ഒരു മോനെ ഉള്ളെങ്കിൽ ഏകജാതൻ. अगर एक ही बेटा है तो वो एकलौता. വേറെ മക്കളുണ്ടായപ്പോൾ ഈ ഏകജാതൻ ആദ്യജാതനായി. जब उसके बाद दूसरे बच्चे हुए तो जो पहलौटा था, एकलौता था, वो अब पहलौटा हो गया. യേശുക്രിസ്തുവിൽ കൂടെ നമ്മുടെ പൊസിഷൻ ഉയർന്നു, യേശുവിന്റെ പൊസിഷൻ ഇളകി. और यीशु मसीह के द्वारा हमारा स्थान जो है ऊपर आया और यीशु मसीह का स्थान थोड़ा हिलने लगा. ഉയർത്തെഴുന്നേറ്റ കർത്താവ് കല്ലറയ്ക്കൽ നിന്നുകൊണ്ട് മേരിയോട് ഇത് പറയുന്നുണ്ട്. और जी उठा प्रभु यीशु मसीह कब्रिस्तान के बाहर खड़े रहकर मरियम से इस प्रकार कहता है, ഇനി മുതൽ എന്റെ പിതാവ് നിങ്ങളുടെ പിതാവാണ്. अब से लेकर मेरा पिता तुम्हारा पिता. ഇത്ര നാൾ ഈ പിതാവ് എന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. और अभी तक जो है ये मेरा पिता था वो केवल मेरे लिए ही था. എന്റെ പിതാവ് നിങ്ങളുടെ പിതാവ്. अब से मेरा पिता वो तुम्हारे पिता. ഒരു ദേവദാസൻ പറഞ്ഞ ഒരു ഉദാഹരണം പറയാം. एक परमेश्वर के दास ने एक उदाहरण कहा. ഒരു ദേവദാസന്റെ ഭാര്യ മരിച്ചു. एक परमेश्वर के दास की पत्नी गुजर गई. മക്കളെല്ലാം മാരീഡ് ആണ്. और बच्चे सब शादीशुदा हैं. അവരെല്ലാം വിദേശത്താണ്. वो सब बाहर के राज्य में हैं. അദ്ദേഹത്തിന് ഒത്തിരി പ്രായമായില്ല, 60 വയസ്സായിട്ട്. और इनकी ज्यादा उम्र नहीं है, 60 साल ही है. 60 താഴെയാണെന്ന് തോന്നുന്നു. करीब 60 से भी नीचे होगा. അപ്പോൾ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ പറഞ്ഞു അദ്ദേഹത്തിന് ഒരു സെക്കൻഡ് മാരേജ് കഴിപ്പിക്കാം. तो इनके दोस्तों ने कहा कि इनकी एक दूसरी शादी करवा लेते हैं. അദ്ദേഹം പറഞ്ഞു എന്റെ മക്കളോട് ഞാനൊന്ന് ആലോചിക്കട്ടെ. तो उन्होंने कहा कि मैं अपने बच्चों से एक बार पूछ लेता हूँ. സീനിയേഴ്സ് ആയ മെച്ചുറായ മക്കളോട് ചോദിച്ചു, മക്കളെ ഇങ്ങനെ ഒരു പ്രൊപ്പോസൽ ഉണ്ട്, നിങ്ങൾ എന്ത് പറയുന്നു? बड़े ज्ञान रखने वाले बच्चों से पूछा कि ऐसे लोग कह रहे हैं तो मुझे क्या करना चाहिए. മക്കൾ കൂടി ആലോചിച്ചിട്ട് പറഞ്ഞത് വളരെ നല്ലൊരു അഭിപ്രായമാണ്. കാരണം ഞങ്ങൾക്ക് എപ്പോഴും ഡാഡിയുടെ അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല, ഡാഡിക്ക് ഇനിയും ഒത്തിരി വർഷം ജീവിക്കാനുണ്ടല്ലോ, ഒരു പങ്കാളിയുള്ളത് എപ്പോഴും നല്ലതാണ്. പക്ഷേ तो बच्चों ने मिलकर एक निर्णय लिया. उसके बाद कहा, डैडी आपको और भी लंबा उम्र जीना है, हम हर समय आपके साथ नहीं रह पाएंगे, इसलिए आगे उस रास्ते में आगे बढ़ना अच्छी बात है, परंतु हमें अब बच्चे नहीं चाहिए. കാരണം ഈ പ്രോപ്പർട്ടി ഒന്നും ഇനി ആർക്കും പോകരുത്. क्योंकि ये जो धन दौलत संपत्ति है वो और किसी में बंटना नहीं चाहिए. ഇവിടെയാണ് യേശു ഭൂമിയിലേക്ക് വന്നതിന്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കുന്നത്. और यहीं पे हम उसकी गहराई को समझ पाएंगे. यीशु मसीह स्वर्गीय स्थान छोड़कर पृथ्वी में आया, നമ്മളെ മക്കളാക്കി തീർക്കുകയാണ്. उसे हमें अपने बच्चे बना दिया. ഇത്ര വലിയ സ്നേഹം തന്നിട്ടാണ് ചോദിക്കുന്നത്,
നീ എന്നെ സ്നേഹിക്കുന്നു. इतना बड़ा प्रेम उसने हमें दिया, उसके बाद वो हमसे पूछता है क्या तुम सचमुच मुझसे प्रेम रखते हो या नहीं. ദൈവത്തിന് നമ്മുടെ സ്നേഹം ഇഷ്ടമാണ്. परमेश्वर को हमारा प्रेम पसंद है. ആ സ്നേഹം വെളിപ്പെടുത്തുന്നത് वो प्रेम जो है वो प्रकट होता है ആരാധനയിലൂടെയാണ്, आराधना के दौरान, അനുസരണത്തിലൂടെയാണ്, आज्ञाकारी बनने से മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലൂടെയാണ്. और दूसरों को प्रेम करने से. ഇതെല്ലാം ഇന്നലെ പറഞ്ഞതാണ്. ये सारे बातें मैंने कल कहा. സ്നേഹിച്ചാൽ എന്നാ കിട്ടും? अगर हम प्रेम करेंगे तो हमें क्या मिलेगा? അങ്ങനെ ഒരു ചോദ്യമില്ല. वैसा एक सवाल नहीं है. ഒന്നും കിട്ടാൻ വേണ്ടിയല്ല സ്നേഹിക്കുന്നത്. कुछ प्राप्त करने के लिए हम प्रेम नहीं कर रहे. കർത്താവ് വളരെ വലിയവനായതുകൊണ്ട് പറയുകയാണ്. परंतु मैं परमेश्वर बड़ा महान है इसलिए कहता हूँ. ഞാൻ പെട്ടെന്ന് 5 കാര്യം പറയാം. जल्दी से 5 बातों को मैं आपके सामने कहूँगा. സ്നേഹിച്ചാൽ अगर हम प्रेम करेंगे तो ഒന്ന്, पहला, ആടിനെ തരാം. और भेड़ बकरियों को देगा. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 15-ാമത്തെ വാക്യം. यूहन्ना नचित सुसमाचार 21वें अध्याय उसके 15वीं कलम. भोजन करने के बाद यीशु ने शिमोन पतरस से कहा, हे शिमोन यूहन्ना के पुत्र, क्या तू इनसे बढ़कर मुझसे प्रेम रखता है? उसने कहा, हे प्रभु तू तो जानता ही है कि मैं तुझसे प्रेम रखता हूँ. നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. अगर तू मुझसे प्रेम रखता है तो मेरे पेड़ों को तू चला. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ ലീഡേഴ്സ് ആണ്. आप सब जानते हैं कि आप अगवा करने वाले लोग हो. ദൈവത്തിന്റെ കുഞ്ഞാട് ആരാണ്? परमेश्वर के जो भेड़ बकरियां वो कौन है? കർത്താവിന്റെ സഭയാണ്. परमेश्वर की कलीसिया. ആക്ട്സ് 20:28 प्रेरितों की किताब 20 उसके 28. യേശു തന്റെ രക്തത്താൽ സമ്പാദിച്ചതാണ് ഈ ആട്ടിൻകൂട്ടം. यीशु मसीह ने अपना लहू देकर इन भेड़ बकरियों को कमाया है. രക്തം കൊടുത്ത് സമ്പാദിച്ചതിനെ നിന്നെ ഏൽപ്പിക്കാം, നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ. जो मैंने अपने लहू देकर खरीदा है उसको चलाने के लिए मैं तुझे सौंप दूंगा अगर तू मुझसे प्रेम करेगा तो. ഹലോ, आप सुन रहे हो? നിങ്ങളുടെ കയ്യിൽ ദൈവത്തിന്റെ ആട്ടിൻകുട്ടികളുണ്ടോ? क्या आपके पास परमेश्वर के भेड़ बकरियां हैं? ഉള്ളവരൊക്കെ കയ്യിൽ ഉയർത്തി. जिनके पास है वो लोग हाथों को उठाइए. അതിന്റെ വില അറിയാമോ? क्या उसका कीमत आप जानते हो? ചർച്ച് മിനിസ്ട്രി ഉള്ളവരൊന്ന് കൈമുക്കി പിടിക്കാനാണ് ഞാൻ പറഞ്ഞത്. जो कलीसिया की सेवकाई पासवान लोग हैं वो लोग अपने हाथों को उठा के रखिए. 2 പേരോ 5 പേരോ 10 പേരോ 100 പേരോ 200 പേരോ ആത്മാക്കളെ നേടുന്നവരോടാ പറഞ്ഞത്, പ്ലീസ് 2 മിനിറ്റ് കൈ ഉയർത്തി പിടിച്ചു. अब हो सकता है कि आपके पास 5 लोग होंगे, 10 लोग होंगे, 100 1000 लोग होंगे. कृपया आप अपने हाथों को 2 मिनट के लिए ऊपर रखिए. ആ ആടിന്റെ വില നിങ്ങൾക്കറിയാമോ? उन भेड़ बकरियों का कीमत आप जानते हो? യേശുവിന്റെ രക്തം കൊടുത്തു വാങ്ങിയതാണ്. यीशु मसीह का लहू देखकर उन्हें खरीदा है. അതിനെ നിങ്ങളെ ഏൽപ്പിച്ചപ്പോൾ യേശുവിനെ നിങ്ങൾക്ക് ഭയങ്കര വിശ്വാസം. अगर यीशु मसीह ने उन भेड़ बकरियों को आपके हाथों में सौंपा है उसका मतलब ये कि वो आपके ऊपर बहुत अधिक विश्वास करता है. നല്ല ഹല്ലേലൂയ പറഞ്ഞു. एक अच्छे धन्यवाद करें. സ്നേഹിക്കുന്നവരെ വിശ്വസിക്കും. जो प्रेम करता है कोई विश्वास करता है. വേണമെങ്കിൽ എഴുതി വെച്ചോളൂ, സ്നേഹിക്കുന്നവരെ വിശ്വസിക്കാം. आप चाहिए तो लिख सकते हो, जिसे प्रेम करते हैं उन पर विश्वास करना है. സ്നേഹിക്കുന്നവരെ വിശ്വസിക്കാൻ പറ്റുള്ളൂ. केवल जो प्रेम करता है उनके ऊपर ही हम विश्वास कर सकते हैं. പുകഴ്ത്തുന്നവരെ വിശ്വസിക്കരുത്. जो आपको बढ़ा चढ़ाकर बोलते हैं उनके ऊपर विश्वास मत करना. സ്നേഹിക്കുന്നവരെ വിശ്വസിക്കാം. और जो लोग आपसे प्रेम करते हैं उनका विश्वास कर सकते हो. കർത്താവിനെ സ്നേഹിക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? अगर परमेश्वर का प्रेम करेंगे तो हमें क्या मिलेगा? ആട്ടിൻകൂട്ടത്തെ ഏൽപ്പിക്കും. वो भेड़ बकरियों को हमें देगा കൂടുതൽ കൂടുതൽ ഏൽപ്പിക്കും. और वो अधिक अधिक दिन प्रतिदिन बढ़ाता रहेगा. അതിനെ ദുഷ്ടജന്തുക്കൾ കൊണ്ടുപോകാതെ, അതിനെ പട്ടിണിക്കിട്ട് കൊല്ലാതെ, അതിന് മായം ചേർത്ത ഭക്ഷണം കൊടുക്കാതെ സംരക്ഷിക്കുമെന്ന് നീ ഉറപ്പ് പറയണം. और इस बातों का आपको ध्यान रखना है कि जंगली जानवर आकर उसको फाड़ कर ना खाए. आप उसके भूखे छोड़कर उसको मार दो या फिर उसको खाने में कुछ मिलावट मिलाकर उसको खिला दो. इन सारे वस्तुओं को आपको ध्यान रखना है. ഇടയൻ ശ്രദ്ധിക്കേണ്ട 3 കാര്യം. और चरवाहा को ध्यान रखने वाली 3 बातें. അതിന് കൃത്യമായ പോഷകാഹാരം കൊടുക്കണം.
उसको निश्चित समय पर उसको अच्छा भोजन देना ഓരോ സമയമനുസരിച്ചുള്ള ഫുഡ് കൊടുക്കണം. और उसके समय के अनुसार उसको भोजन देना. അതിനാണ് ഈ പുസ്തകം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. इसलिए ये पुस्तक परमेश्वर ने आपके हाथों में दिया है. രണ്ടാമത്തെ കാര്യം, दूसरी बात, ഇതിനെ ആക്രമിക്കുന്ന ദുഷ്ടപിശാചിന്റെ കയ്യിൽ നിന്ന് ഇവരെ സൂക്ഷിക്കണം. इनको हमला करने के लिए जो जीव जंतु है या फिर जानवर आते हैं उनमें से आपको इनको बचाना है. യേശു ഇങ്ങനെ പ്രാർത്ഥിച്ചു. यीशु मसीह ने इस प्रकार प्रार्थना किया, പിതാവേ, हे पिता, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ ഇവരെ കാത്തുകൊള്ളണമേ. दुष्ट के हाथों में ना फंसे, तू इन्हें बचा लेना. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ആ പ്രയർ ഇങ്ങനെ ഓർത്തു. और पिछले दिनों में मैं उस प्रार्थना को मैं वापस याद कर रहा था. നമ്മുടെ വിശ്വാസികൾ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതിരിക്കാൻ നമ്മുടെ എത്ര പ്രാർത്ഥിക്കണം. हमारे विश्वासी गण दुष्टों के हाथों में ना फंसे, उसके लिए हमें कितना अधिक प्रार्थना करना होगा. ഒരു പാസ്റ്ററുടെ ശുശ്രൂഷ സ്റ്റേജിലല്ല. एक पासवान की जो सेवकाई है वो ये स्टेज में नहीं है. വളരെ കുറച്ച് സമയം മാത്രമേ സ്റ്റേജിൽ നമ്മുടെ ശുശ്രൂഷയുള്ളൂ. हमारा जो सेवकाई है इस स्टेज के अंदर काफी थोड़े समय के लिए ही है. ഞാനിപ്പോഴും ഒരു പ്രാദേശിക സഭയുടെ പാസ്റ്ററാണ്. मैं आज के तारीख में भी एक स्थानीय कलीसिया के पासवान हूँ. 6 സ്ഥലങ്ങളിൽ സഭകൾ സ്ഥാപിച്ചിട്ടുണ്ട്. और 6 जगहों में मैंने कलीसिया का स्थापना किया है. ഇപ്പോൾ ഇരിക്കുന്ന ചർച്ചിൽ 25 വർഷമായി. और आज की तारीख में जिस कलीसिया में हूँ वहाँ पे पिछले 25 साल से मैं वहाँ पे हूँ. തിരക്കുകളുണ്ടെന്ന് പറഞ്ഞ് വേണമെങ്കിൽ മാറാം. मैं बोलकर ये बोल सकता हूँ कि मैं बहुत बिजी हूँ करके बोलकर हट सकता हूँ. പക്ഷെ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നത് ചർച്ച് മിനിസ്ട്രിയിലാണ്. परंतु सबसे मुझे आनंद देने वाली बात है स्थानीय कलीसिया के सेवक बनकर रहना. മൂന്നാമതായി ആടിനെ സൂക്ഷിക്കേണ്ടത്. तीसरी बात, भेड़ बकरियों को कैसे संभालना है. ദുരുപദേശങ്ങളിൽ നിന്ന്. और जो परमेश्वर के वचन के विरुद्ध जो बातें आती हैं उनसे. ഇടയ്ക്കിടയ്ക്ക് ദുരുപദേശങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. बीच बीच में हर समय कुछ ना कुछ परमेश्वर के वचन के विपरीत बातें आती रहती है. ശക്തനായ ഒരു ഇടയനുണ്ടെങ്കിൽ ദുരുപദേശത്തിൽ നിന്ന് ആട്ടിൻകൂട്ടത്തെ കാക്കാം. अगर सामर्थ्यमय एक नेता है तो परमेश्वर उस भेड़ बकरियों को उन सारे बातों से हम अलग रख पाएंगे. പോൾ ഇങ്ങനെ മുന്നറിയിപ്പ് തരുന്നു. प्रेरित पौलुस इस प्रकार कहता है, ഞാൻ പോയ ശേഷം मेरे जाने के बाद ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടി ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് നിൽക്കും. और इन भेड़ बकरियों को आदर ना करने वाले जानवर लोग इनके बीच में से उठेंगे. ഞാൻ പോകുന്നവരെ എഴുന്നേൽക്കത്തില്ല. जब तक मैं नहीं जाऊंगा तब तक ये लोग नहीं उठेंगे. പോളിന്റെ പ്രസൻസ് ഉള്ളിടത്ത് जहाँ पे प्रेरित पौलुस की संगति सौभाग्यता है ഒരൊറ്റ ദുരുപദേഷ്ടാവിനെ നിൽക്കാൻ പറ്റില്ല. और वहाँ पे कोई भी ऐसा व्यक्ति वहाँ पे नहीं खड़ा रह सकता जो परमेश्वर के वचन के विरुद्ध है. ഞാൻ പോയാൽ अगर मेरे जाने के बाद ചെന്നായി परंतु वहाँ पे जानवर आएंगे ആടിന്റെ ഉടുപ്പിട്ടുണ്ട്. और वो भेड़ बकरियों के वस्त्र पहन कर आएंगे. ചെന്നായി എന്താ ചെയ്യാ? ये जो भेड़ जानवर होते हैं वो क्या करते हैं? ചോര കുടിക്കും. वो खून पी जाते हैं. ഇപ്പൊ ഇവിടെ 3 ടൈപ്പ് ആളുകളെ കാണാം. यहाँ पे 3 प्रकार के लोगों को हम देखेंगे. രക്തം കൊടുത്ത യേശു, और सबसे पहले लहू दिया हुआ यीशु मसीह, പ്രാണൻ കൊടുക്കാൻ മനസ്സുള്ള പോൾ, और दूसरा अपना प्राण भी देने के लिए तैयार प्रेरित पौलुस, ചോര കുടിക്കുന്ന ചെന്നായ്ക്കൾ. और तीसरा खून पीने के लिए तैयार जानवर लोग. ഇത് 3 ചർച്ചിലുണ്ട്. ये तीनों कलीसिया के अंदर है. പ്രാണൻ കൊടുക്കാൻ മനസ്സുള്ള പോൾ, प्राण भी अपना प्राण भी देने के लिए तैयार है पौल. അപ്പോസ്തലർ 20 നിങ്ങൾ വായിച്ചാൽ അത് കാണാം. प्रेरितों की किताब 20वां अध्याय आप पढ़ोगे तो वहां पे देख पाओगे. ഞാൻ എന്റെ പ്രാണനെ വിലയേറിയത എണ്ണുന്നില്ല. मैं अपने प्राण को कीमती नहीं समझता. സഭയ്ക്ക് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാണൻ കൊടുക്കാൻ മനസ്സുള്ള പോൾ, सेवकाई के लिए और कलीसिया के लिए अपने प्राण को भी देने के लिए वो तैयार है प्रेरित पौलुस. സഭയ്ക്ക് വേണ്ടി രക്തം കൊടുത്ത യേശു, और कलीसिया के लिए अपना खून भी दिया हुआ प्रभु यीशु मसीह, ആടിന്റെ ചോര കുടിക്കുന്ന ചെന്നായ്ക്കൾ. और भेड़ बकरियों का खून पीने वाले अन्य जानवर. ഇതിന്റെ നടുവിൽ ഒരു ഇടയ ശുശ്രൂഷ വളരെ ഇമ്പോർട്ടന്റ് ആണ്. इसके बीच में एक चरवाहा का सेवकाई बहुत ही कीमती है. നിങ്ങൾക്ക്
കണക്ക് പറയേണ്ടത് ബെന്നി പാസ്റ്ററോടല്ല, രക്തം കൊടുത്ത യേശുവിനോടാണ്. आपको इसका हिसाब जो देना है वो पास्टर बेनी पास्टर से नहीं परंतु परमेश्वर के सामने देना होगा। ഒരു ഹല്ലേലൂയ പറയാം. एक जोर से हालेलुया। നിങ്ങളുടെ ശുശ്രൂഷ വളരെ ഉത്തരവാദിത്വമുള്ളതാണ്. आपका जो सेवकाई है बहुत ही जवाबदारी वाला है। കർത്താവിനെ സ്നേഹിച്ചാൽ എന്ത് കിട്ടും? परमेश्वर से प्रेम करेंगे तो क्या मिलेगा? രണ്ടാമത്തെ കാര്യം, दूसरी बात, യോഹന്നാൻ 15:21. यूहन्ना रचित सुसमाचार 15वें अध्याय उसके 21वें कलम। വായിച്ച സമയം കളയാതെ പെട്ടെന്ന് പറയാം. പിതാവ് അവനെ സ്നേഹിക്കും. और वहां पे लिखा है पिता उससे प्रेम किया। നാം കർത്താവിനെ സ്നേഹിക്കുമ്പോൾ പിതാവ് പുത്രനെ സ്നേഹിച്ചതുപോലെ നമ്മളെ സ്നേഹിക്കും. और वहां पे लिखा है कि पिता ने जिस प्रकार पुत्र को प्रेम किया उसी प्रकार पिता हमसे भी प्रेम करेगा। മൂന്നാമത്തെ കാര്യം, तीसरी बात, യേശു പിന്നെ നമ്മളെ സ്നേഹിക്കും. यीशु फिर भी हमसे प्रेम करेगा। എന്താ ഇതിന്റെ അർത്ഥം? उसका मतलब क्या है? യേശു നമ്മെ ആദ്യം സ്നേഹിച്ചു. सबसे पहले यीशु मसीह ने हमसे प्रेम किया। പക്ഷെ നാം അവനെ സ്നേഹിച്ച് അവന്റെ വചനം അനുസരിച്ച് അവന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ കർത്താവ് പിന്നെ 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 നമ്മളെ സ്നേഹിക്കും. हम उसके आज्ञाकारी बनकर उसके बातों को मानकर उसकी सेवकाई करेंगे तो वो फिर वो हमसे प्रेम अधिक करता रहेगा। അതിമനോഹരമായ നാലാമത്തെ കാര്യം, और सबसे कीमती चौथी बात, 21ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കാമോ? 21वां कलम अब ध्यान से देखिए। യോഹന്നാൻ 15:21. यूहन्ना ने सुसमाचार 15वें अध्याय उसके 21वां कलम। परंतु यह सब कुछ वे मेरे नाम के कारण तुम्हारे साथ करेंगे क्योंकि वे मेरे भेजने वालों को नहीं जानते। അതിന്റെ ലാസ്റ്റ് ഞാൻ ഇങ്ങനെ വായിക്കുന്നു, उसके आखिरी कलम में इस प्रकार लिखा है, ഞാൻ അവനെ സ്നേഹിച്ച് അവന് എന്നെ ഞാൻ വെളിപ്പെടുത്തും. मैं उसको प्रेम करूंगा और उसके दौरान मैं अपने आप को प्रकट करूंगा करके लिखा है। കർത്താവിനെ നാം സ്നേഹിക്കുമ്പോഴാണ് കർത്താവിനെ നമ്മൾ കൂടുതൽ അറിയുന്നത്. हम परमेश्वर को जब प्रेम करेंगे तो हम उसको अधिक जान पाएंगे। ജോൺ 14:21 ആണ്. यूहन्ना माफ करना, यूहन्ना रचित सुसमाचार 14वें अध्याय उसके 21वां कलम। 14:21. 14वें अध्याय उसके 21वां कलम। നിങ്ങൾ എന്നെ സ്നേഹിക്കുമ്പോൾ जब तुम मुझसे प्रेम रखोगे ഞാൻ നിങ്ങൾക്ക് എന്നെ തന്നെ വെളിപ്പെടുത്തും. और अपने आप को उस पर प्रकट करूंगा। സ്നേഹിക്കുന്നവരുടെ മുമ്പിൽ ഒന്നും മറച്ചു വെക്കാൻ പറ്റില്ല. हम जिससे प्रेम रखते हैं उनके सामने कुछ भी हम छुपा कर नहीं रख पाएंगे। ആദിമസഭാ സ്ഥാപകരാരും ഈ ബൈബിൾ ഉപയോഗിച്ചില്ല. और पहले शताब्दी के समय में जिन लोगों ने कलीसिया की स्थापना की थी उन लोगों ने इस पुस्तक का इस्तेमाल नहीं किया था। പത്രോസിന്റെ ഈ പുസ്തകം ഇല്ലായിരുന്നു. पतरस के पास ये पुस्तक नहीं था പൗലോസിന്റെ ഇല്ലായിരുന്നു. और प्रेरित पौलुस के पास ये पुस्तक नहीं था। തീമോഥെയോസിന്റെ ഇല്ലായിരുന്നു. तीमुथियुस के पास नहीं था। പിന്നെയാണ് ഈ ബുക്കൊക്കെ ഉണ്ടായത്. उसके बाद इस पुस्तक का उत्पन्न हुआ അത് യേശുവിനെ പറ്റി വെളിപ്പാട് പ്രാപിച്ചു. और उन लोगों ने यीशु मसीह के बारे में दर्शनों में देखा। ഇനി ഒന്ന് നന്നായി ശ്രദ്ധിക്കാമോ? आप हमें ध्यान से देखिएगा। യേശുവിനെ കണ്ടിട്ടുള്ളവർക്ക് അറിയുമോ? जिन लोगों ने यीशु मसीह को देखा है अपने हाथों को उठाइए। യേശുവിനെ ആരും കണ്ടിട്ടില്ല അല്ലേ? किसी ने भी यीशु मसीह को नहीं देखा है। Praise the Lord. കർത്താവ് പറയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ ഞാൻ എന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. अगर परमेश्वर कहता है कि तुम अगर मुझसे प्रेम करते हो तो मैं अपने आप को प्रकट कर दूंगा। Praise the Lord. ഈ വിഷയത്തിൽ രണ്ടു പേരാണ് അവാർഡ് മേടിച്ചത്. और इस विषय के अंदर दो लोगों ने जो अवार्ड मिला है उन्हें, ഒന്ന് सबसे पहला യോഹന്നാൻ, और यूहन्ना है। ഭയങ്കര സ്നേഹമുള്ളവരാണ്. वो परमेश्वर से बहुत ज्यादा प्रेम करता है കഷ്ടപ്പാട് കൂടുതൽ സഹിച്ചത് യോഹന്നാനാണ്. और क्लेश भी अधिक सहन किया हुआ वो यूहन्ना है। പക്ഷെ സ്വർഗീയ ഡീറ്റെയിൽസ് മുഴുവൻ ഈ ഭൂമി വെച്ച് യോഹന്നാൻ വെളിപ്പെടുത്തി.
और इस पृथ्वी में रहते हुए स्वर्ग के सारे बातों को उसने देख लिया और लिखा। ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നല്ല ക്ലിയർ ആയിട്ട് യോഹന്നാൻ കണ്ടു. और जी उठा प्रभु यीशु मसीह को उसने स्पष्ट रूप से देखा। അതിനു മുമ്പ് കണ്ടപ്പോൾ മടിയിലേക്ക് ചാരിയൊക്കെ കിടന്ന, और उससे पहले जब उसने देखा तो उसके गोदी में लेटा, उसके कंधे पे सर रखकर लेटा हुआ यूहन्ना। പക്ഷെ ഇപ്പോ കണ്ടപ്പോ മരിച്ച പോലെ കൊലാപ്സായി. परंतु अब जब उसने देखा तो मरे हुए लाश के समान वो बेहोश हो गया और नीचे गिर गया। സഹോദരങ്ങളെ, പ്ലീസ് ലിസൺ. ये प्रिय भाइयों, कृपया करके आप ध्यान से सुनिए। യേശുവിനെ ഒന്നുകൂടെ അറിയുന്നതാണ് ശുശ്രൂഷയിലെ ഏറ്റവും പ്രധാന കാര്യം. और सेवकाई का सबसे महत्वपूर्ण बात यह है कि प्रभु यीशु मसीह को अच्छी तरह जानना। പൗലോസേ, നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? हे प्रेरित पौलुस, तेरी सबसे बड़ी इच्छा क्या है? എനിക്ക് അവനെ അറിയണം. मैं उसको जानना है। അവാർഡ് മേടിച്ച ഒരാൾ യോഹന്നാൻ, और सबसे पहले जिसने अवार्ड पाया वो यूहन्ना है। അവാർഡ് മേടിച്ച രണ്ടാമത്തെ ആൾ പോള്. और पुरस्कार पाया हुआ दूसरा व्यक्ति है प्रेरित पौलुस। സ്നേഹിക്കുന്നവരെ ഞാൻ എന്നെ വെളിപ്പെടുത്തും. और जो लोग मुझसे प्रेम करते हैं मैं अपने आप को प्रकट करूंगा उनके എന്റെ सामने। ഭാഷയിൽ പറഞ്ഞാൽ പോള് യേശുവിനെ സ്നേഹിച്ചെന്ന് കൊന്നു. और मेरे भाषा में अगर कहूंगा तो इस प्रकार कहूंगा कि प्रेरित पौलुस ने परमेश्वर को प्रेम कर कर मार दिया। അപ്പൊ പൗലോട് പറഞ്ഞാ നീക്ക് വാ. तो प्रेरित पौलुस से कहा, अच्छा ऐसा है तो तू आ जा। സ്വർഗത്തിലെല്ലാം അത് കൊണ്ട് നടന്ന് ഭാവിയിൽ 1000 കൊല്ലം 10000 കൊല്ലം ഒക്കെ നമ്മൾ നിൽക്കാനുള്ള സ്ഥലം ഇവിടെ വെച്ച് പോളിനെ കാണിച്ചു. इस पृथ्वी में रहते हुए प्रेरित पौलुस को परमेश्वर ने तीसरे स्वर्ग तक उठाया और आने वाले भविष्य में 10,000 सालों तक हम यहाँ पे साथ में वास करेंगे करके परमेश्वर ने स्वर्ग राज्य उसको दिखा कर दिया। പൗലോസിന്റെ 7 പ്രധാന ദർശനങ്ങൾ ഞാൻ ഇങ്ങനെ രാവിലെ ഒന്നുകൂടെ നോക്കി. आज सुबह के समय प्रेरित पौलुस के 7 महत्वपूर्ण दर्शनों के बारे में मैंने पढ़ा। ഒന്നും വേദശാസ്ത്ര പഠനത്തിലൂടെ കിട്ടുന്നതല്ല. ये सारी बातें जो है परमेश्वर के वचन के पढ़ाई से नहीं मिलता। വെളിപ്പാടിന്റെ തലമാണ്. ये सब दर्शन के उच्च स्तरीय हैं। അതിന്റെ താക്കോൽ എന്ന് പറയുന്നത് യേശുവിനെ സ്നേഹിക്കുക. और उसकी चाबी क्या है पूछोगे तो मसीह को प्रेम करना। എന്റെ ഒരു കൊച്ചുമോൻ നാട്ടിലുണ്ട്. मेरा एक पोता जो है वो केरल में है। പേരക്കുട്ടി. मेरा पोता, ഞാൻ ഇങ്ങോട്ട് പോകുന്ന അവനോട് പറഞ്ഞില്ല. और मैं यहाँ पे आ रहा हूँ करके मैंने उससे नहीं कहा। ഇപ്പൊ ഈ ദിവസങ്ങളൊന്നും അവനെ വീഡിയോ കോൾ വിളിക്കുന്നില്ല. और इन दिनों में मैं उससे वीडियो कॉल भी नहीं कर रहा। അവൻ 6 വയസ്സുണ്ട്. वो 6 साल का है। വീഡിയോ കോൾ വിളിച്ചാൽ അപ്പ ചോദിക്കും പപ്പച്ച എവിടെ ഇരിക്കുന്നേ? और वीडियो कॉल करूंगा तुरंत पूछेगा, दादाजी आप अभी कहाँ पे हो? കുട്ടികളോടൊന്നും നുണ പറയാൻ പറ്റില്ല. हम बच्चों से झूठ नहीं बोल पाते हैं। അല്ലെങ്കിൽ പറയണം പിറവത്താണ് അവിടെ വേറെ വീട്ടിലാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല. नहीं तो कहना पड़ेगा केरल में अलग अलग जगह में है करके, पर वैसा नहीं बोल सकते। ഇവിടെയാന്ന് പറഞ്ഞാൽ അപ്പ ചോദിക്കും എന്തുകൊണ്ട് എന്നെ കൊണ്ടുപോയില്ല, എനിക്ക് അതൊക്കെ കാണണ്ടേ? तो अगर मैं बोलूंगा कि मैं यहाँ पे हूँ तो वो मुझसे सवाल करेगा मुझे लेकर क्यों नहीं गए, मुझे भी वो सब देखना है। സ്നേഹിക്കുന്നവരെ മറയ്ക്കാൻ പറ്റില്ല. हम जिससे प्रेम करते हैं उससे छुपा नहीं सकते। പോൾ ഭയങ്കര സ്നേഹം. प्रेरित पौलुस मसीह से बहुत अधिक प्रेम करता है। കർത്താവ് പറഞ്ഞു നിന്നെ ഇനി ഞാൻ മറക്കുന്നില്ല. तो परमेश्वर ने कहा कि अब तेरे सामने मैं कुछ भी नहीं छुपाऊंगा। എല്ലാരും കാരണം വിളിച്ചു കഴിഞ്ഞ് കാണുന്ന കാര്യം നിന്നെ ഞാൻ നേരത്തെ കാണിക്കാം. सब लोग तुरी फूकने के बाद जो बातें देखेगी वो मैं तुझे अभी से ही दिखा देता हूँ। അത് കണ്ട കാരണം പോൾ പറയുക എനിക്ക് മരിക്കുന്ന ലാഭം. वो देखने के बाद प्रेरित पौलुस कहता है अब मरना मेरे लिए लाभ है। ഇത് കണ്ടതുകൊണ്ടാണ്. वो देखा उसने इसलिए। നിങ്ങൾക്കൊരു അമേരിക്കൻ വിസ കിട്ടിയാൽ നിങ്ങൾ പോകാതിരിക്കുമോ? क्या अगर आपके पास अमेरिका जाने के लिए अगर वीजा मिले तो आप नहीं जाओगे क्या? അമേരിക്ക നല്ല മനോഹരമായ രാജ്യമാണ്. अमेरिका बहुत ही सुंदर राज्य है। സ്വർഗം കണ്ടവരെ जिसने स्वर्ग देखा ഇവിടുന്നതൊന്നും വലിയ കാര്യമില്ല. उसको यहाँ की बातें कोई कीमती नहीं है। പൗലോസ് ആ കാലത്ത് ഒരു സിറ്റിസനാണ്. അമേരിക്കൻ സിറ്റിസൺഷിപ്പിനേക്കാൾ പവർഫുൾ ആയിരുന്നു റോമൻ സിറ്റിസൺഷിപ്പ്. और उस जमाने में आज के जमाने में अमेरिकन सिटीजन जितना बड़ा है उतना ही कीमती से भी अधिक ज्यादा बड़ा है। प्रेरित पौलुस रोमी का नागरिक था। സ്നേഹിക്കുന്നവർക്ക് വെളിപ്പാടുകൾ കിട്ടും.
जो लोग उससे प्रेम करते हैं वो लोग दर्शन पाएंगे। അഞ്ചാമത്തെ കാര്യം पांचवी बात, ജോൺ 14:50 और यूहन्ना नबी सुसमाचार 14वीं अध्याय उसकी 15वीं कलम। വായിക്കേണ്ട ഞാൻ പറയാം. पढ़ना नहीं मैं कह दूंगा। നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് തരും. अगर तुम मुझसे प्रेम रखते हो तो मैं अपने पिता से विनती करूंगा तो सच्चाई में मार्ग में चलाने के लिए एक कार्यस्थल को तुमको भेजूंगा। സ്നേഹിക്കുന്നവർക്ക് തരാനുള്ള ഗിഫ്റ്റാണ് ഹോളി സ്പിരിറ്റ്. जो उससे प्रेम रखता है उनको देने के लिए उसने गिफ्ट रखा है, वो पवित्र आत्मा है। എന്റെ മെയിൻ സബ്ജക്റ്റ് അതാണ്. मेरा विषय जो है वही था। 320 പേജുള്ള ഒരു ബുക്കാണ്. അതിനെക്കുറിച്ച് ഞാൻ ഈ കോവിഡ് തുടങ്ങുമ്പോഴേക്കും എഴുതി തീർത്തത്. कोविड आरंभ होने के समय से पहले मैंने 320 पन्ने का एक किताब को मैंने लिखकर खत्म किया है। ഓ പരിശുദ്ധാത്മ, അത് മനസ്സിലാക്കാൻ ഈ ആയുസ്സിൽ ആർക്ക് കഴിയും? पवित्र आत्मा के बारे में समझने के लिए हमारा ये उम्र जो है वो छोटा पड़ जाएगा। എല്ലാവരും ഒക്കെ ഓരോരോ നിഗമനങ്ങളാണ് പറയുന്നത്. कई लोग जो है अपने सोच विचार कहते हैं, അനുഭവിക്കുമ്പോഴാണ് അതിന്റെ ആഴങ്ങൾ നാം അറിയുന്നത്. परंतु जब उसको अनुभव करते हैं तब उसकी गहराई को हम समझ पाएंगे। നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ ഹോളി സ്പിരിറ്റിനെ നിങ്ങൾക്ക് തരാം. अगर तुम मुझसे प्रेम रखते हो तो मैं अपने पवित्र आत्मा को तुम्हारे बीच में दूंगा। കണ്ണുകൾ അടയ്ക്കുക. अपने आंखों को बंद करें। കൈകൾ ഉയർത്തി പിടിച്ച് പ്രാർത്ഥിക്കാമോ? हाँ, क्या हम अपने हाथों को उठाकर प्रार्थना कर सकते हैं?